ഇന്ന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് സിനിമയുടെ, ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന സിനിമയുടെ. ഒരുപാട് ഫണ്ണും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി എല്ലാം ഉള്ളൊരു കോക്ടെയിൽ മൂവിയാണ് ലിറ്റിൽ ഹാർട്ട്സ്. അപ്പോൾ നമ്മുടെ ക്രൂ മുഴുവൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ച് നീട്ടുന്നില്ല, എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. Yes, let's welcome the directors, Andrew Jose Pereira and Amy Chisapo. Ladies and gentlemen, please put your hands together as we welcome them onto the stage. Member Ramesh Ombulawadi എന്ന ചിത്രത്തിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ചിത്രമായിരിക്കും Little Hearts, and let's hear it from them as well. Hi everyone. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ആൻഡ്രൂ ജോസ് പെരേര എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ ടീസർ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഓൺലൈനിലെല്ലാം വന്നു കഴിഞ്ഞു. ഷൈനും മഹിമയാണ് പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്നത്. ബാബുരാജേട്ടനും ഷൈൻ ചേട്ടനും എല്ലാവരും എത്തിയിട്ടുണ്ട്. സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒന്നും പറയാനില്ല. എന്നാലും ഇത്രയും പേര് നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ടീസർ ഇറങ്ങി നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അതിൽ വലിയ സന്തോഷം. എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക, സിനിമ വലിയ വിജയമാക്കി മാറ്റുക. താങ്ക് യു സോ മച്ച്. Thank you. Now let's welcome the key technicians, our cinematographer Luke Jose. Ladies and gentlemen, put your hands together and let's welcome our cinematographer Luke Jose, editor Naful Abdullah, music director Kailas Menon, our production controller Davison, and production head Anita. Okay. ഹായ്, ഒരുപാട് സന്തോഷം നല്ലൊരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. സാന്ദ്രയുടെ കൂടെ വിൽസൺ ചേട്ടൻ്റെ കൂടെ ഇത് 3-4 മൂവീസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ആൻഡോ ആൻഡ് എ പി ഇവരുടെ കൂടെ മെമ്പർ രമേശനും ഞാനത് മ്യൂസിക് ചെയ്തത്. ഇതിൽ ഈ മൂവിക്കും ഒരുപാട് മ്യൂസിക് നല്ല പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് ഈ മൂവി. ശരിക്കും പറഞ്ഞു വരുമ്പോൾ ചെയ്തു വന്നപ്പോൾ ഒരു 8-10 പാട്ടൊക്കെ ഉള്ളൊരു മൂവിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പാട്ടുകളും സിനിമയും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ താങ്ക്സ് അലോട്ട്. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. പടം ഒരു വലിയൊരു സക്സസ് ആയി മാറണം എന്നാഗ്രഹിക്കുന്നു. ഓൾസോ എൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്രൂവിൽ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള 1-2 പേര് വന്നിട്ടുണ്ട്. അത് ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടാക്സി. സ്റ്റേജിലോട്ട് Yes, everybody put your hands together for dancing. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സ്റ്റാർ സിംഗർ ഫെയിം അരവിന്ദ് നായർ. Yes, everyone, let's welcome Arvind Nair onto the stage. എന്തെല്ലാം സുഖല്ലേ? എല്ലാവരോടും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ കൊത്തുകേശൽ എൻ്റെ അടുത്ത പടമാണ്. അത് നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ അഭിനയിച്ച അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞൊരു സിനിമയാണ്. അതിൽ കൈലാസേട്ടൻ എന്നെ ഒരു പാട്ടിന് വിളിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. അപ്പോൾ അതിലൂടെ പാടേണ്ട ഞാൻ എന്തായാലും മൈക്ക് ഹാൻഡ് ഓഫ് ചെയ്യാൻ അടുത്താണ്. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് കൈലാസേട്ടാ, ചന്ദ്ര ചേച്ചി, നരചേട്ടാ, ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി കൈലാസേട്ടന് വേണ്ടി പാടുന്ന 2ാമത്തെ പാട്ടാണ്. എപ്പോഴും മനസ്സിൽ വയ്ക്കുന്നതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you so much. Actually, നമ്മുടെ ഈ ഒരു മൂവിയിൽ ഒരു അടിപൊളി സോങ് ഉണ്ടല്ലേ, അത് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്താലോ? Yes? Okay, so you all can just go back and take your seats as we can play the song now. And also we have Baby George Protocol. Yes, ladies and gentlemen, put your hands together as we welcome Barbara Jordan onto the stage. And I think I should call everyone. അല്ലേ, നിങ്ങൾ രണ്ടുപേരുടെയും പേര് പറഞ്ഞു വിളിച്ചതിൽ എന്താണ് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല? നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലോ?
നമസ്കാരം. ഇത് തുടങ്ങിയിട്ട് ഈ ലൂര് തുടങ്ങിയിട്ട് ഒരു 12 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിക്കൂടെ വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമയിൽ 30 വർഷമായി. മലയാള സിനിമയിൽ എൻ്റെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ, അങ്ങനെ ഒരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം. ഇതിനു മുമ്പ് മറ്റൊരു മകൻ ജോജിയിലൊരു മകനായിരുന്നു, പക്ഷെ അവൻ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല. അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും, അങ്ങനെ ഒരു 3 കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണ്ണായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ 2 അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അതല്ലേ ആദ്യത്തെ ബാച്ചലറായിട്ടുള്ള മകൻ എന്ന് പറഞ്ഞല്ലോ. അതിലിതുകൂടി അർത്ഥമുണ്ട്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം. നല്ലൊരു സിനിമയായിരിക്കും. നല്ലൊരു നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയായിരുന്നു. ഇനി ബാക്കി ഷെയ്ൻ. ക്യാരക്ടറിൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ SCB ബേബി തോട്ടത്തിൽ നിന്നാണ്. ഈ വന്ന പാട്ടെന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ഞാനിതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല, ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയാണ്. ഞങ്ങളുടെ ബെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡിൽ ഇപ്പോഴും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങൾക്ക് ഇവിടെ ഉദ്ദേശിച്ചത്. 6:30 ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട്. സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത്. എല്ലാവരും കാണണം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഈ സിനിമയ്ക്കും പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവില്ലേ? ഒന്നൊരു ക്ലാസ് ഒന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you so much. ഇനി നമുക്ക് ബാക്കി എല്ലാവരും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome മഹിമ നമ്പ്യാർ. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് മഹിമയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And also let's welcome Shine Tom Chaco. And we have Ramya Suri. And also Mala Parvati. We have Parvati Babu, Prathana Sandeep, John Kaifali. We have Purnima Babu, Destiny Khan. Yes, ladies and gentlemen, please put your hands together as I welcome each one of them. Jody, let's welcome Jody. Arun Ajkumar. Let's welcome Thomas. Yes, Thomas also onto the stage. Okay, I think now we can hear it from Mahima. Mahima and Shane എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് കോംബോ ആണ് അല്ലേ? ഒരു മൂവിക്ക് ശേഷം വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ജോഡിയാണ് മഹിമ ആൻഡ് ഷെയ്ൻ അല്ലേ? യെസ്. അപ്പൊ മഹിമ, ഇവരൊക്കെ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ആണ്. What do you want to tell? അതെ, ഇന്റർവ്യൂവിലേക്ക് ജോഡികൾ ഇവിടെ ഉണ്ട്. തീർച്ചയായും പറയാം. പാർവതി ബാബു അല്ലേ? അല്ലേ 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 പാർവതി? യെസ്. ഹിറ്റ് ജോഡി എന്നുള്ളത് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ച് ചെയ്തൊന്നുമല്ല. അങ്ങനെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അതായത് അങ്ങനെ ആയിപ്പോയിന്ന്, ഹിറ്റായിപ്പോയിന്ന്. ഈ പടത്തിൽ നല്ലൊരു പേരിങ് തന്നെ ആയിരിക്കും. RDX ഉണ്ടായിരുന്ന പോലെ. ഞങ്ങൾക്ക് 2 പേർക്കും സെയിം ബർത്ത്ഡേ ആണ്. പക്ഷെ എനിക്കൊരു വയസ്സ് കൂടുതലാണ്. ഡിഫറെൻ്റ് ആണ് അല്ല. അപ്പം I feel great to have had the opportunity to work with Shane ഒരു തവണ കൂടെ. കാരണം സിനിമ എന്നുള്ള പാഷൻ, സിനിമ എന്ന് മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു സ്കൂളാണ് ഷെയ്ൻ്റെ
പെർഫോമൻസ് ആയാലും എല്ലാം. അപ്പോൾ അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും പോരാ. രണ്ടാമത്തെ സിനിമയിൽ ഷെയ്ൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ജെന്യൂനായിട്ട് പറഞ്ഞതാണ്. ഇറ്റ് വാസ് ഗ്രേറ്റ്. യെസ്, ഷൈൻ ചേട്ടൻ എന്തൊക്കെയോ പറയാനുണ്ട്. ആ മൈക്ക് ഒന്ന് ഷൈൻ ചേട്ടനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. പറഞ്ഞോ, ഒരു മൈക്ക് പറഞ്ഞു, മൈക്കിൽ കൂടി പറഞ്ഞു. അല്ലല്ല, മൂവിയെ പറ്റി ലിറ്റിൽ ഹാർട്ട്സ്. ഓക്കെ, ഇതില് ടീച്ചർ കാണാനല്ല നമ്മളെല്ലാരും വന്നിരിക്കണം. എന്നാൽ കണ്ടാല അല്ലേ? എന്താ അഭിപ്രായം? അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ ബാബുട? അപ്പൊ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകണ്ട, ഒന്ന് രണ്ട് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെയുണ്ട്. വി ക്യാൻ ഹിയർ ഫ്രം വൺ ബൈ വൺ. വി ക്യാൻ ജസ്റ്റ് പാസ് ദ മൈക്ക് ഓവർ ഹിയർ. ഇത് നമ്മുടെ ഈ പടത്തിലെ പുതിയ പുതുമുഖ നടനാണ്, പരിചയപ്പെടും. നമസ്കാരം, എൻ്റെ പേര് അരുണ ചുമ്പ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഷെയ്ൻ ചേട്ടാ, താങ്ക് യു. ഷെയ്നാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ശാന്ത ചേച്ചി, ഡയറക്ടേഴ്സ്, താങ്ക് യു സോ മച്ച്. ബേസിക്കലി ഇവരെന്നെ ആദ്യം വിളിച്ചത് പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ്. എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് വിളിച്ചത്. എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ഏജൻസി ഉണ്ട്, എസ്തരി കുഞ്ഞമ്മ എന്ന പേര്. നമ്മളിപ്പോൾ റീസെൻ്റ് ചെയ്യുന്ന പ്രേമയുഗം എന്ന് പറയുന്ന പടം നമ്മളാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, എസ്തരി കുഞ്ഞമ്മ. അപ്പോൾ പക്ഷെ പിന്നീടാണ് എനിക്ക് ഇതിലൊരു റോള് കിട്ടുന്നതും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയുന്നത്, ഞാൻ ഈ ടീച്ചറിൽ ഉണ്ടായില്ല, പക്ഷേ പടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡിറ്റ് ചെയ്ത് അതുണ്ടാവില്ല. നമുക്ക് കാണാം, തിയേറ്ററിൽ കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും കൂടി ഒന്ന് ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സാൻഡ്ര തോമസ് ആൻഡ് വിൻസെന്റ് തോമസ് once again. രണ്ട് പേരുകളാണ്, പ്രൊഡ്യൂസറും ഡയറക്ടറും. Yes, Antonio Jose Pereira and Teresa Paul. അപ്പൊ 4 അവർക്ക് ഒരേരട്ട, മൊത്തം 3 ഇരട്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ടീസർ ലോഞ്ചിനെ പറ്റി ഡയറക്ടേഴ്സിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഒരു ടീസർ കണ്ടിട്ട് എന്ത് തോന്നുന്നു എല്ലാവർക്കും? ഇത് ക്ലാപ്പ് വരും. നമ്മൾ ഫണ്ണായിട്ടുള്ള കുറച്ച് പരിപാടികൾ, അതായത് ഒരു 3 ലവ് സ്റ്റോറി നമ്മൾ ഫണ്ണായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു എൻ്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കുന്ന പ്രതീക്ഷയോടെ. ഓക്കെ, അപ്പൊ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മാല പാർവതി ചേച്ചി ഇവിടെയുണ്ട്. സോ ലെറ്റ്സ് ഹിയർ ഫ്രം ഹർ. ആർഡിക്സിലെ ഷെയ്നും മഹിമയും അവരെ 2 ക്യാരക്ടേഴ്സ്, അവർ രണ്ടുപേരും ഒന്നാവുന്ന ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ? ആരുമില്ലേ? ഷെയ്ൻ മഹിമ പേര് അവർ ഒരാൾ കൈകൊള്ളി, ഒരാളുള്ളൂ, 2. യെസ്, അത് ഈ സിനിമയിൽ എന്താവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞ ആർഡിക്സിൽ ഷെയ്ൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഇത്തവണ മഹിമയുടെയും ഷൈൻ്റെ അമ്മയാണ്, ഷൈൻ്റെയും മഹിമയുടെ അമ്മയാണ്. ഇവരുടെ ടീമിനെ കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു വലിയ സന്തോഷമാണ്, ഭയങ്കര എനർജിയാണ്. ഞാൻ ഇഷ്കിലും ഷെയ്ൻ്റെ അമ്മയായിരുന്നു. അത് ശരിക്കും ഒരു ഷൈൻ്റെ വിവേകാനന്ദൻ്റെ അറിയില്ലായിരുന്നു, ഇപ്പോൾ ഷൈൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ പല സിനിമകളിൽ അമ്മ ആകാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. സാന്ദ്രയുടെ പടത്തിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2 ഡയറക്ടേഴ്സാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ സിനിമറ്റോഗ്രാഫർ ലൂക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് അവരൊന്നും ഇവിടെ കാണുന്നില്ല. കൈലാസിൻ്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രത്തോളം ഇഷ്ടപ്പെടുന്നത്. ഞാനും സിനിമ കണ്ടിട്ടില്ല, നിങ്ങളെപ്പോലെ തന്നെ അത്രയും പ്രതീക്ഷയിൽ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെ ബ്ലെസ് ചെയ്യണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നൗ ചേച്ചി. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ആൾ വന്നിട്ടില്ല, ജാഫർ ഇടുക്കിയാണ്. അപ്പം ആ ഒരു സങ്കടം എനിക്കുണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു കഥാപാത്രം ചെയ്ത സന്തോഷം. നല്ല ക്രൂ ആണ്, നല്ല മിടുക്കന്മാരായ 2 ഡയറക്ടേഴ്സാണ് മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെ ബ്ലെസ്സിങ്ങും ഞങ്ങൾക്ക് വേണം. താങ്ക് യു സോ മച്ച്.
Thank you. And yes, we have Ramya Subi over here. ഹലോ, മൈക്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ പേടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇത്രയും നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ക്യാരക്ടർ എല്ലാം ചെയ്യാൻ പറ്റിയ സാൻഡ്രയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഒരു ജോജോസ് കിളിശ്ശേരിയുടെ നൻപകൽ എട്ട് മയക്കം, അതിൽ മമ്മൂക്കയുടെ വൈഫായിട്ടാണ്. അപ്പം സാറിൻ്റെയും മമ്മൂക്കയൊക്കെ ഈ ഒരു പോയിന്റിൽ ആലോചിക്കുകയാണ്. ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട് തന്നെയാണ് ഇവർ ഈ പടത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പം ഒത്തിരി ബ്ലെസ്ഡായിട്ട് ഫീൽ ആവുന്നു ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നുന്നു. എന്തായാലും ഈ പടം നല്ല രീതിക്ക് വരണം. ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരുപാട് പേരുടെ എല്ലാത്തിനുള്ള പോലെ സ്ട്രെയിനും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു മൂവി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി കാണണമെന്ന് എനിക്ക് ഒത്തിരി നല്ല ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഇതിനെപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ആൻഡ് ഓൾസോ നമ്മുടെ ബാബുരാജേട്ടൻ്റെ പേരായിട്ടാണ് ഈ മൂവിയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു രമിച്ചേച്ചി ബാബുരാജേട്ടൻ്റെ റൊമാൻസ് ഒക്കെ? റൊമാൻറ്റിക് സീൻസ് ഐ മീൻ. എന്തായാലും കാണുമല്ലോ ഇനിയിപ്പോൾ വരുമ്പോൾ, അപ്പം മനസ്സിലാവും. എക്സ്പെക്ട് ചെയ്തോട്ടെ, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ പറയുന്നതെന്ന് അറിയാം. അല്ല വെയിറ്റ് ചെയ്തിരിക്കുകയല്ല. എന്ത് 2 സ്റ്റെപ്പ് റൊമാൻസിന് 2 ഒന്ന് കാണിച്ചു തന്നാൽ ഞാനും ട്രൈ ചെയ്യും. ഇതിലോ ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റെപ്പൊക്കെ ലാസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും നല്ല അടിപൊളി മ്യൂസീഷ്യൻസ് ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് എന്തായാലും നമ്മൾ പാട്ടൊക്കെ പാടിക്കാം. നിങ്ങൾ തമ്മിലാണ് റൊമാൻസ് കാണിക്കേണ്ടത്. അയ്യോ അവിടെ ഷൈൻചേട്ടനൊന്ന് മൈക്ക് കൊടുക്കോ. ഷൈൻചേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാം. അതും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അല്ലേ? പാർവതി എന്താ പറയണ അവിടെ? പിന്നെ ഒന്നും പറയാം. അതെന്നെ ചോദിച്ചാൽ അതെന്താ സ്വകാര്യം? ഓക്കെ, മൈക്ക് നമുക്കൊന്ന് പാർവതിക്ക് കൊടുക്കാം. പാർവതി, എങ്ങനെയുണ്ടായിരുന്നു മൂവി എക്സ്പീരിയൻസ് ആൻഡ് എവരിതിങ്? 2 പാർവതി ഉണ്ട്. പാർവതി ടീച്ചിങ് ഉണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഹായ് എല്ലാവർക്കും. അപ്പോൾ ഹായ് ചെയ്തേട്ടാ. ഓക്കെ, അപ്പോൾ ലിറ്റിൽ ഹാർട്സിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ടു സാന്തു ചേച്ചി, വിൽസൺ ചേട്ടൻ, അതുപോലെ തന്നെ എബിച്ചേട്ടൻ, അനു ചേട്ടനൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഷെയ്ൻ, ബാബുരാജ് ചേട്ടൻ എല്ലാവരും. ഞാനിതിൽ ടെസ്നി ചേച്ചിയുടെ മോളായിട്ടാണ്, ജാഫ്രിക്കയുടെ മോളായിട്ടാണ് അഭിനയിക്കണേ. ജാഫ്രിക്കയുടെ ടെസ്നി ചേച്ചിയുടെ മോളായിട്ട് എനിക്കും നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് അപ്പോൾ ആങ്കറിൽ നിന്ന് സിനിമയിലേക്ക് കയറുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആദ്യം ചെയ്ത സിനിമ അയൽവാശിയായിരുന്നു. നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ആ ഒരു പടം ചെയ്യാൻ പറ്റിയത്. ഇതും നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 2ാമത്തെ സിനിമയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം. 2 പടത്തിലും ഷൈൻചേട്ടൻ ഉണ്ടായിരുന്നു. ഷൈൻചേട്ടൻ എൻ്റെ ഒരു ലക്ക് ഫാക്ടർ തന്നെയാണ്. 3ാമത്തെ പടത്തിൽ ഷൈൻചേട്ടനുണ്ട്. അപ്പോൾ 3 പടം ഷൈൻചേട്ടൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ സിനിമ റിലീസാകുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് വി ഹാവ് പ്രാർത്ഥന. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രാർത്ഥന. എനിക്ക് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ നിന്ന് താങ്ക് യു സോ മച്ച് ആൻഡ്രു ചേട്ടാ, എബി ചേട്ടാ, സാന്തു ചേച്ചി, വിൽസൺ ചേട്ടൻ, എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഷെയ്ൻ ചേട്ടൻ, മഹിമ ചേച്ചി, ബാബുരാജ് അങ്കിൾ എല്ലാവരോടും എനിക്ക് താങ്ക് യു. ഞാൻ ഇതിൽ രമ്യ ചേച്ചിയുടെ മോളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് യെസ്, നമ്മുടെ തോമസ് ചേട്ടൻ ആക്ച്വലി സാൻഡ്രേച്ചിൻ്റെ ഫാദറാണ്. ഒരു അടിപൊളി ക്യാരക്ടർ ഈ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം.
എല്ലാവർക്കും സിനിമ കാണുക, വിജയിപ്പിക്കുക. ഒരു ചെറിയ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്, പക്ഷേ ചെറിയ റോളാണ്. പക്ഷെ എനിക്ക് എല്ലാവരുമായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഞാൻ വെള്ളം കുടിച്ചു പോയത്. അപ്പോൾ അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മോളെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല പടത്തിൻ്റെ കൂടെ, നല്ല സിനിമയുടെ കൂടെ ഭാഗമാകാൻ സാധിച്ചതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പടത്തിലെ എൻ്റെ ഡയറക്ടേഴ്സ് ആൻഡോ ചേട്ടനും ബിബി ചേട്ടനും ഒക്കെ നന്ദി. പ്രൊഡ്യൂസർ വിൻസൻ ചേട്ടനും സാധന ചേച്ചിക്ക് നന്ദി. തോമസ് ചേട്ടൻ അച്ഛനായും ഞാൻ പള്ളിയിലെ കപ്പ്യാരുമായിട്ടാണ് അഭിനയിച്ചത്. ഒരു നല്ല ക്യാരക്ടറാണ് ചെയ്തത്. ഒരു നല്ല സിനിമയാണ്. ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ഇടവകയിൽ ചെറിയൊരു കുഴപ്പം ചേട്ടനുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അച്ഛനും നല്ല കപ്പ്യാരുമായിരുന്നു. ഷൈൻ ടോം മാത്രം ഒരു പഴുത്ത ചെറുക്കനായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പഴുത്തിട്ട് ഇല്ല. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ള ഒരാൾ, എന്നെ സംബന്ധിച്ച് മിക്കവായി നന്ദി പറയാനുള്ളത് ഈ പടത്തിൻ്റെ കാര്യത്തിൽ എന്നെ ഒത്തിരി സഹായിച്ച ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഡേവിസൺ CJ-യോടുള്ള നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഒരു വൻ വിജയമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പടത്തിൽ ചാർജ് കിട്ടാൻ വേണ്ടിയാണ്. ഒരിക്കലുമല്ല. ഒരൊറ്റ കാര്യം ആഡ് ചെയ്ത് ഇന്ന് വരാതെ പോയത് രഞ്ജി പഠിക്കണായിട്ടാണ്. അയ്യോ, അതിന് പോയി ഇപ്പോഴാണ് ആലോചിച്ചത്. നേരത്തെ ആലോചിച്ചത് ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീ രഞ്ജി പഠിക്കർ അദ്ദേഹത്തിനോട് ഗോദ മാസ്റ്റർ പീസിന് ശേഷം ഈ സിനിമ അപ്പോഴും ഞാൻ ഗോദയിലുണ്ട്. പറഞ്ഞിട്ട് പോകണ്ടില്ലേ? എന്താണ് അവിടെ? അപ്പോൾ ഇല്ലാത്ത കഞ്ഞി ഇല്ലാന്ന് പറയുന്നു ഗസ്റ്റ്. അപ്പോൾ രഞ്ജി പഠിക്കനായിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ വന്നിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് പേര് മെൻഷൻ ചെയ്യണമെന്ന് തോന്നിയിരുന്നു. ജോൺസൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് രഞ്ജി പഠിക്കനായിട്ട് ചെയ്യുന്നത്. രഞ്ജി പണിക്കരേട്ടൻ, we definitely miss him. And നമ്മുടെ ഷൈൻ ടോം ചാക്കോ നേരത്തെ നമ്മളുടെ ഷൈൻ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേസിംഗ് സിംഗർ പാപ്സി ഇവിടെ ഉണ്ട്. അപ്പോൾ ഡാപ്സി ഇവിടെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പുള്ളിയെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡാപ്സി റെഡി? ഡാപ്സി രാത്രി ഒരു പാട്ട് പറഞ്ഞു. മണവാളം തക്ക് മുഞ്ചാണെലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലെ കടലാണ് നീന്തി കയറിയ പോരിശയുള്ളൊരു വാലക്കാരൻ സുഖുണ്ടായി മുറയുണ്ട് കാതിലും കടുക്കണം അതപ്പിന് മുളുപ്പൊരു ലേസുണ്ട് കളിയാണ് കച്ചില് വേറുണ്ട് മണിയറ തുറക്കണം ഉണ്ട് ചിരികിളിച്ചേല് അരിമുല്ല കണക്കിന് കഥയുണ്ട് കഥയാണ് പറയാറുണ്ട് കച്ചൂക്കുള്ളൊരു കാര്യം തൊല്ലണം കച്ചൂക്കുള്ളൊരു കാര്യം ആ പടത്തിൽ പൊളിച്ച ആളാണ് വെക്കണത് കേട്ടോ. എന്നിട്ട് പാട്ട് പാടാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഞാൻ